ഹലോ, വെൽക്കം ബാക്ക് ടു കിസ്വ വേൾഡ്. ഇന്ന് ഞാൻ എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് 4 എഗ്ഗ് വേണം. എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സ് ചെയ്തത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അവിടെ ഗ്യാസിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ടീസ്പൂൺ മൈദപ്പൊടിയും പിന്നെ കോൺഫ്ലവർ ഒരു 3-4 ടീസ്പൂണ് അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. അതിലേക്ക് ഒരു റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണും പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 എഗ്ഗും കൂടെ എടുത്തിട്ട് നല്ലോണം ഒരിത്തിരി ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അത് കോട്ടിങ്ങിനുള്ളതാണ്.
ഇപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാനിത് ഇനി കട്ട് ചെയ്യാണ്. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര കട്ടിയിൽ വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടി കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ നീളത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ ഫ്രൈ ചെയ്യുന്ന പാന് ചെറുതായതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും കൂടെ നടു കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ കോട്ടിങ് ഇങ്ങനെ നോക്കാം. ആദ്യമായിട്ട് ഒരു കട്ട് ചെയ്ത എഗ്ഗിൻ്റെ ഇത് എടുക്കുക. എന്നിട്ട് മൈദപ്പൊടി ഇത് മിക്സാക്കി വെച്ച് ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കണ്ടെടുത്തിട്ട് പിന്നെ എഗ്ഗിൽ ഒന്ന് മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ വീണ്ടും ഇതുപോലെ എഗ്ഗിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെയും ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് ഫ്രൈ ചെയ്യുമ്പോൾ വേഗം കോട്ടിങ് വേഗം പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള എഗ്ഗും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ എഗ്ഗിൻ്റെ ഇതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള എഗ്ഗും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ നമ്മുടെ എഗ് ഫിംഗേഴ്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല പാൽച്ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ, വൈകുന്നേരമൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോസിൽ കുത്തി കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോണത് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു ഓൺലൈനിൽ നിന്ന്. അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് എൻ്റെ മൂത്തച്ഛൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഇതിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. അവരുടെ കയ്യിൽ പർദ്ദകളുണ്ട്, നമ്മുടെ സൈസിനനുസരിച്ച് തയ്ച്ചു കൊടുക്കുന്നതുണ്ട്, പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കയറിയിട്ടൊന്ന് നോക്കട്ടോ, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്, ഓർഡർ കൊടുത്തുകൊണ്ട് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, ഒരു ബ്ലാക്കാണ്, ക്ലോത്തൊക്കെ നല്ല മെറ്റീരിയലാണ്, ഓവർ പ്രൈസും ഇല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇക്കൊക്കെ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലെ നൂല് വർക്കാണ് വരുന്നത്. പിന്നെ ബാക്കിൽ കെട്ടൊക്കെ ആയിട്ട് സൈഡിലും ഒക്കെ വർക്ക് വരുന്നുണ്ട്. വേറൊരു മോഡൽ പോലെ തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ.